എല്ലാവർക്കും നമസ്കാരം. ഈറ്റ രണ്ടെണ്ണം എടുക്കട്ടെ. നിങ്ങൾക്ക് കുറ്റിമുളക് ഇതുണ്ടെങ്കിൽ നല്ല കായ ഉണ്ടാകുന്നുണ്ടോ? കാണിച്ചിട്ടില്ല. ഇല്ല, ഇതിപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോയാൽ ചട്ടിയിലാക്കിയിട്ട് ഇതിപ്പം എൻ്റെ നേഴ്സറിയിലുണ്ട്. ഒത്തത് 100 റുപ്യാണ് പേക്കിന്. നല്ലത് ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കുന്നത്. എൻ്റെ നേഴ്സറിയിൽ ഞാൻ തന്നെയാണ് കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെക്കുന്നത്. ഇങ്ങനത്തെ നിങ്ങൾക്ക് 5-6 മേരട് മിറ്റത്തുണ്ടെങ്കിൽ ബാതുക്കല മിറ്റത്തങ്ങ് വെച്ച് കൊടുക്കുക. ചാണകം കലക്കി പാരുക, എല്ലാം ഒന്ന് നനക്കുക. അതിമനോഹരമായിരിക്കും. നാളെ കായ് വലവും കിട്ടും. ഉഗ്രനായിട്ടുണ്ടെങ്കിൽ ഇതിപ്പം വെച്ച് കാളുക. കായ് തിരികൊട്ടുന്നുണ്ടോ? ഇതാ നിറച്ചുണ്ടാവും. ഇത് ഇങ്ങനെ കായ് വല ഇങ്ങനെ വരുമ്പോൾ ഈ സാധനം ഇല്ലേ, ഇത് എടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു പൈപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു പൈപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈമൽ അപ്പുറം ഇങ്ങനെ ഒരു പൈപ്പിൻ്റെത് കുത്തി വെക്കുക. ഇങ്ങനെ അമർത്തിയിട്ട് എന്നിട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം നല്ല ഇതുണ്ടെങ്കിൽ ഇപ്പം തന്നെ പൈപ്പിൻ്റെ കഷ്ണം കുത്തിയതിൻ്റെ ശേഷം നിങ്ങൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ഒരു കൊശുവിൽ നിൽക്കുന്നത് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇങ്ങനത്തെ അപ്പോൾ 3 പൈപ്പ് ഉണ്ടെങ്കിൽ അതിമ കുത്തി വെച്ചാൽ നല്ലോണം അതിമനോഹരമായിട്ട് നല്ലോണം വെക്കും. ഈ പൈപ്പിൻ്റെ കഷ്ണം കുത്തിയമാണ് ചെറിയൊരു കെട്ടും കൊടുത്താൽ എല്ലാത്തിനും ഇത് കണ്ടെങ്കിൽ ഈമെല്ലാം കായ് ബലം കണ്ടെങ്കിൽ കായിട്ടത് ഇപ്പം 2 മാസമായിക്കണം ഞാൻ ചട്ടിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടാൽ. അപ്പോൾ നിങ്ങൾ ബാതുക്കര മിറ്റത്ത് ഇങ്ങനത്തെ ഒരു 10 ചട്ടികൾ വെക്കുക. ചെടിക്ക് അതിലൊരു 10 എണ്ണം ഇങ്ങനത്തെ വെച്ചിട്ട് ചാണകം കലക്കി ഒഴിക്കുക. ഇതെല്ലാം തന്നെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. നമ്മൾ കൃഷി ചെയ്താലും നമുക്ക് നല്ലോണം നോക്കൂ. എല്ലാ കൃഷികളും ചെയ്ത് നല്ലോണം ഗംഭീരമായി നിങ്ങൾ 1 സെൻറ്റും 2 സെൻറ്റും എല്ലാം പുര എള്ളി ഒലിക്ക് ഇങ്ങനത്തെ കൃഷി ചെയ്താൽ മതി. ബാതുക്കല മിറ്റത്ത് ചെടിക്ക് ബതിൽ ഇങ്ങനത്തെ ഒരു 10-20 വെച്ചിട്ട് അതിമനോഹരമായിട്ട് വരുമാനം നേടാം. നമുക്ക് ചെടിക്ക് ബതിലൊരു വരുമാനമായി എല്ലാം കൊണ്ടും കൊശുവായി. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്ത് എല്ലാ കൃഷിയും ചെയ്ത് 2-3 സെൻറ്റും ഒന്നും നോക്കട്ടെ, എല്ലാ കൃഷിയും ചെയ്തിട്ട് നമുക്ക് നല്ല കൊശുകൾ കണ്ടെത്തുക. നല്ല ഉഷാറായിട്ട് എല്ലാവരും മുന്നേറ്റം നടത്തുക. അതിനും പറഞ്ഞിറങ്ങൾക്ക് ഒരു പ്രത്യേക വെളുത്ത ഇത് കണ്ടെങ്കിൽ ഒരാൾ പൊക്കം ഇതുണ്ടെങ്കിൽ കണ്ണിത്തല ഇവിടെ പൊട്ടുന്നുണ്ട്. ഇതൊരു കണ്ണിത്തലയാണ് കായുണ്ട. ഇത് കണ്ടെങ്കിൽ കാണിച്ചില്ല. ഇതൊരു കണ്ണിത്തല, ഇതും ഒരു കണ്ണിത്തല. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ചതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ചട്ടിയോടെ ഇങ്ങനെ തന്നെ അങ്ങ് എടുത്തിട്ട് പിന്നെ ഇത് കണ്ടത്തിലേക്ക് കുഴിച്ചിടും. അപ്പോൾ നിങ്ങൾക്ക് 5 സെൻറ്റ് വല്ല ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ ബരിങ്ങനെയായിട്ട് എൻ്റെ നേഴ്സറിയിലാക്കി കൊടുക്കും. നിങ്ങൾ എന്നെ ഏൽപ്പിച്ചാൽ 10-20 മേരട് വല്ല ഞാൻ ഒരു 2 സെൻറ്റെല്ലാം വന്നിട്ട് ഇങ്ങനത്തെ ഫിറ്റിങ് ചെയ്ത് റെഡിയാക്കി തരും. അപ്പോൾ നിങ്ങൾ എന്നെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇത് കണ്ണിത്തല മുറിച്ചിട്ടതാണിത്. ഇത് സഞ്ചി പേക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 10-20 മേരട് വല്ല ഒരു കണ്ടത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ നല്ല വരുമാനം. സീമക്കൊഞ്ഞോ അങ്ങനത്തെ കുഴിച്ചിടുക. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് തന്നെ കണ്ണിത്തല മുറിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. ചാണകം കലക്കിയല്ലോ വെച്ചാൽ അതുകൊണ്ടെങ്കിൽ ഇതിപ്പം 2 മാസമായിക്കാളും നല്ലോണം കണ്ണിത്തല പൊട്ടി. അവിടെ എല്ലാം കണ്ണിത്തല പൊട്ടി ഇതൊരു കൊല്ലം കൊണ്ട് കായ് വല ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതും കൃഷി ചെയ്ത് ഒരു 10 രൂപ എണ്ണം കുറ്റിക്കുരുമുളകാക്കണം. കുറ്റിക്കുരുമുളകും ചെയ്യുക, ഇതും ചെയ്യുക. നല്ലോണം നമുക്ക് ഒരു 10 രൂപ മേരട് വരേണ്ട നല്ലോണം വരുമാനം തന്നെയാണ്. മുളകിനിപ്പോൾ നല്ല പൈസ ഉണ്ട്. അതുപോലെ തന്നെ കൊക്കോ കായും വെക്കുക. കൊക്കോ കൃഷി ചെയ്യുക. എല്ലാ കൃഷിയും ചെയ്യുക. ഇതുണ്ടെങ്കിൽ എന്ത് മനോഹരമായതാണ്. ഇതാണ് കുറ്റിക്കുരുമുളക്. ഇതാണ് ഞാൻ എൻ്റെ നേഴ്സറിയിൽ നിന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു 10 എണ്ണം എൻ്റെ നേഴ്സറിയിൽ നിന്നാണല്ലോ, വേറെ നേഴ്സറിയിൽ നിന്ന് എല്ലാ നേഴ്സറികളുണ്ട്. എല്ലാ നേഴ്സറിയിൽ നിന്നും മായിട്ട് നിങ്ങൾ ഇങ്ങനത്തെ 10 എണ്ണം കുഴിച്ചിട്ട് ഇതുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കായ് വെല്ല കുഴിച്ചിട്ട് അവിടെ കായ് കണ്ടങ്ങൾ ഇവിടെ എല്ലാം പൊട്ടുന്നതാ. ഇത് കുറ്റിക്കുരുമുളക്. അപ്പോൾ ഇത് നമ്മൾ ചട്ടിയിലാക്കണം. ഇത് ഞാൻ കുറേ ചട്ടിയിലാക്കി വെച്ചതാണ് ഇങ്ങനത്തത്. അപ്പോൾ ചട്ടിയോടും കൊടുക്കുന്നുണ്ട്, അല്ലാണ്ടും കൊടുക്കുന്നുണ്ട്. നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മൾ കൊണ്ടുത്തരും. നിങ്ങളെ വീട്ടിൽ നല്ല ഉത്തരവാദിത്തപ്പെട്ടാണ് തെങ്ങും തൈയും എല്ലാം കൊടുക്കുന്നുണ്ട്. കുറുവൻ തെങ്ങും തൈ, കുറ്റിയാടി തെങ്ങും തൈ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിമനോഹരമായിട്ട് ഗംഭീരമായിട്ട് കൃഷി ചെയ്ത് നല്ലോണം ആനന്ദം കണ്ടെത്തുക. എല്ലാവരും കൃഷി ചെയ്യുക. എല്ലാവരും കൃഷിയിൽ ഇറങ്ങിയാലാണ് നമുക്ക് ഇന്ന് ഇന്ത്യ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാനാവും.